സ്വപ്നങ്ങൾക്ക് അതിരുകളില്ല, കരിയറിനും ഉണ്ടാകരുത്. സ്പീഡ് വിങ്സ് ഏവിയേഷൻ അക്കാദമി. നമസ്കാരം, ടാക്ടർസിലേക്ക് സ്വാഗതം. നെയ്മർ മടങ്ങി, റൊണാൾഡോ മടങ്ങി. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് എല്ലാവരും ഉറ്റുനോക്കുന്നത് അർജന്റീനയിലേക്കാണ്. അർജന്റീന നേരിടാൻ പോകുന്നത് ഈജിപ്തിനെയാണ്. നമ്മൾ ഇതുവരെ കളിച്ച് വന്ന കളിയിൽ പ്രകാരമാണെങ്കിൽ അർജന്റീനയ്ക്ക് കൃത്യമായിട്ടുള്ള മേൽനോട്ടമുണ്ട്. അവർക്ക് ഗോളടിച്ച് ശീലമുണ്ട്. അവർ അത് തെളിയിച്ചാണ് 11 ഗോളുകൾ ഇതിനകത്ത് തന്നെ എതിർ പോസ്റ്റുകൾ നിക്ഷേപിച്ചു കഴിഞ്ഞിട്ട് 2 ഗോൾ മാത്രമാണ് അവർ വഴങ്ങിയത്. പക്ഷേ അവസാന മത്സരത്തിൽ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവർ അല്പം ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടു കേപ്പുറതയോട് ജയിക്കാൻ എന്നുള്ളത്. അവസാനം പേടിക്കുക പോലും ചെയ്തു മെസ്സിയും സംഘവും എന്നുള്ളത്. ഈജിപ്തിലേക്ക് വരികയാണ്, മത്സരം നടക്കാൻ പോകുന്നു. അജണ്ട തുടരുമോ അതോ ഭീഷണിയാണോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. വലിയ ഭീഷണിയാവാൻ സാധ്യത ഇല്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേപ്പ് വെറുതെ കൊടുത്തതൊരു വല്ലാത്തൊരു ചെറുത്തുനിൽപ്പിൻ്റെ പോരാട്ടമാണ്. ആ രീതിയിൽ എല്ലാവർക്കും കളിക്കാൻ കഴിയണമെന്നില്ല. കേപ്പ് വെറുതെ ഒന്ന് അവരുടെ ഏറ്റവും വലിയ ആരാധനാ പുരുഷന്മാരായ ഒരു ടീം മുന്നിൽ വന്ന് നിൽക്കുന്നു. അവർക്കെതിരെ വീറോടെ പൊരുതാമെന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ വരുന്നത്. അവർക്ക് കളിക്കാൻ കഴിഞ്ഞാൽ, അതായത് ഒരു അരമണിക്കൂർ അർജന്റീനയ്ക്കെതിരെ പിടിച്ചേക്കാൻ കഴിഞ്ഞാൽ പോലും വലിയ ഒരു ചരിത്രമാകും എന്നുള്ള രീതിയിലാണ് കേപ്പ് വെറുതെ വരുന്നത്. ആ രീതിയിൽ കളിക്കുന്ന, എല്ലാം കൊണ്ടും കൊടുത്തും കളിക്കുന്ന ഒരു കംപ്ലീറ്റ് മെൻറ്റാലിറ്റിയിലാണ് അവർ അർജന്റീനയ്ക്കെതിരെ കളിക്കാൻ വരുന്നത്. അതുകൊണ്ടാണ് ആ വിധം ഒരു ത്രില്ലിംഗ് മാച്ച്, വേൾഡ് കപ്പ് ഹിസ്റ്ററി തന്നെ ഏറ്റവും മികച്ചൊരു ത്രില്ലിംഗ് മാച്ചുകളിലൊന്നും നമുക്ക് കാണാൻ കഴിഞ്ഞതും. ഈജിപ്തിനെതിരെ അത്ര സാങ്കേതികമായി കുറെ കൂടി നല്ല പ്ലേയേഴ്സ് ആണെങ്കിലും, കുറെ കൂടി നല്ല കളിശൈലിയാണെങ്കിലും, കുറെ കൂടി അന്താരാഷ്ട്ര പരിചയം ഈജിപ്തിനാണെങ്കിൽ പോലും ഈജിപ്തിനെതിരെ ഇത്ര വേർക്കാൻ സാധ്യതയില്ല എന്നുള്ളത് ടീമിനെ പൊളിച്ച പണിയെന്ന് പറയുന്നത്. പ്രതിരോധത്തിലടക്കം വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ് സൂചന. അത് 2 ഗോൾ വാങ്ങിയത് കൊണ്ടുള്ള ഒരു പ്രശ്നമായിരിക്കണം. വലിയ രീതിയിൽ പൊളിച്ചെടുത്തിന് സാധ്യത കുറവായിരിക്കും. പക്ഷേ ഈജിപ്തിൽ നോക്കേണ്ടത്, ഒന്ന്, ഈ മത്സരത്തിൽ ഇതിഹാസങ്ങൾ മടങ്ങുന്നു എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്ത് ഈജിപ്ത് തോറ്റാൽ പോലും മുഹമ്മദ് സലയെ നമുക്ക് നഷ്ടമാകുമെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. നല്ല സ്പീഡിയായ വിങ്ങർമാർ ഉറപ്പായിട്ടും ഉണ്ട്. ഇപ്പോൾ ഉമർ മർമോഷ് ആയിക്കോട്ടെ, സല ആയിക്കോട്ടെ, വലിയ രീതിയിൽ അർജന്റീനയുടെ വിങ് ബാക്കിനും ഡിഫൻസിനും നല്ല പണി കൊടുക്കുമെന്നുള്ളത് സൂക്ഷിക്കണമായിരുന്നു. പ്രത്യേകിച്ച് അർജന്റീനയുടെ ഡിഫൻസ് ഒന്ന് ഷാറ്റേഡ് ആയിട്ടുണ്ട് കഴിഞ്ഞ മത്സരത്തിൽ. അർജന്റീനയുടെ വീക്ക്നെസ് കൃത്യമായിട്ട് കേപ്പ് വെറുതെ തുറന്നു കാണിക്കുമ്പോൾ ഈജിപ്ത് പരിശീലകൻ അതിനേക്കാൾ വലിയൊരു ബ്ലൂ പ്രിന്റുമായിട്ടായിരിക്കും ഇറങ്ങാൻ പോവുക എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. അതൊരു ചോദ്യം തന്നെയാണ്, ഏത് രീതിയിലായിരിക്കും വെല്ലുവിളി ഉയർത്താൻ പോകുന്നുള്ളത്. പക്ഷേ വലിയ അപകടം കൂടാതെ അർജന്റീന വിജയിച്ച് കയറുമെന്നുള്ളതാണ്. മാത്രമല്ല, വേൾഡ് കപ്പിൽ ത്രൂ ഔട്ടേ നമ്മൾ ഈജിപ്തിന്റെ റൺ എടുത്ത് നോക്കുമ്പോൾ അത്ര ഒരു ഗംഭീരമായ പെർഫോമൻസ് നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ ബെൽജിയത്തിനെതിരെ ഡ്രോ വരുന്നു, ന്യൂസിലൻഡിനെതിരായ മാത്രമാണ് അവരൊരു കംപ്ലീറ്റ് പെർഫോമൻസ് നടത്തുന്നു, ഒരു 3-1 വിജയം. പിന്നീട് ഇറാനെതിരെ ഡ്രോ വരുന്നു. ഓസ്ട്രേലിയക്കെതിരായ പ്രീ ക്വാർട്ടറിലേക്ക് വരുമ്പോൾ, റൗണ്ട് ഓഫ് 32 വരുമ്പോൾ 1-1 ആണ് നിശ്ചയ സമയത്തെ സ്കോർ. ഷൂട്ട് ഔട്ടിലാണ് അവർ വിജയിക്കുന്നത്. അപ്പോൾ നല്ലൊരു റണ്ണായിട്ട് ഈജിപ്തിന്റെ പെർഫോമൻസ് സോഫാർ നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ വേൾഡ് കപ്പാണ്, ഒരു പ്രഡിക്ഷന് മുതിർന്ന ഏറെ കയറും എന്നുള്ള നല്ല ഇതുണ്ട്. കാരണം ആ രീതിയിലാണ് ഓരോ മാച്ചും എന്താണെന്ന് വെച്ചാൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട് അർജന്റീന. ആദ്യം പറഞ്ഞ മറഡോണയെന്നും അതിനപ്പുറത്തും തുടങ്ങി. പക്ഷേ MSK ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടോ, ഈ അർജന്റീനയെ സംബന്ധിച്ച്? അർജന്റീന ഈ ലോകകപ്പിൽ അല്ലെങ്കിൽ കഴിഞ്ഞ മത്സരങ്ങൾ, സ്കലോണി 100 മത്സരം പൂർത്തിയാക്കി അർജന്റീന പരിശീലനമായിട്ട്. ഈ മത്സരങ്ങളിൽ അർജന്റീന തോറ്റിട്ടുള്ള 10 മത്സരങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യം അവർ ഗോൾ വഴങ്ങിയ മത്സരങ്ങളിൽ അവർക്ക് അർജന്റീനയ്ക്ക് വല്ലാത്ത പ്രഷർ വരുന്നുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അതിൽ ഒറ്റ ജയം മാത്രമാണ് ആദ്യം ഗോൾ വഴങ്ങിയ ശേഷം അർജന്റീന ജയിച്ചിട്ടുള്ളത്. 4 മത്സരങ്ങൾ സമനിലയിൽ 5 മത്സരങ്ങൾ അവർ തോറ്റിട്ടുണ്ട്. ആ 5 മത്സരങ്ങൾ എന്ന് പറയുന്നത് ആദ്യം ഗോൾ വഴങ്ങിയതിന് ശേഷമാണ്. ഇവിടെ ആദ്യം ഗോളടിക്കുക എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ അർജന്റീനയ്ക്ക് കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുക. പ്രത്യേകിച്ച് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അവസാന നിമിഷങ്ങളിൽ വരുന്ന ഗോളുകൾ, അത് കേബോർദക്കെതിരെ നമ്മൾ കണ്ടു. അവസാന നിമിഷങ്ങളിൽ വരുന്ന ഗോളിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ പിന്നെ അതിജീവിക്കാനുള്ള സമയമില്ല. നെയ്മർ പെനാൽറ്റി കിക്കാക്കി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഫൈനൽ വിസിലായിരുന്നു. അപ്പോൾ അത്തരത്തിൽ അവസാന നിമിഷങ്ങളിൽ ഗോൾ വഴങ്ങിക്കഴിഞ്ഞാലുള്ള പ്രശ്നം അവിടെയുണ്ട്. അപ്പം അർജന്റീനയെ സംബന്ധിച്ച് ആദ്യം ഗോൾ വഴങ്ങാതിരിക്കുക എന്നുള്ളതാണ് ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിന് സലയൊക്കെ അനുവദിക്കുമോ എന്നുള്ള കാര്യം വേറെ ചോദ്യം. മറ്റൊന്ന്, ഈ പറഞ്ഞ രീതിയിൽ അവർക്ക് താളവും വേഗവും ഒത്തിണക്കവും ഉണ്ട്. എന്തോ പോർച്ചുഗൽ ടീമിൽ എന്തോ മിസ്സായിട്ടുണ്ടോ അത് അർജന്റീന ടീമിലുണ്ട്. അതാണ് അവരുടെ പോസിറ്റിവിറ്റി. തീർച്ചയായിട്ടും ഇതിൽ കേപ്പ് വെർദക്കെതിരെയുള്ള മത്സരം തീർച്ചയായും അർജന്റീനക്ക് ഒരു വേക്കപ്പ് കോളായിരുന്നു. കാരണം അവർക്ക് എന്താണ് അവർക്ക് പിഴച്ചതെന്ന് കൃത്യമായിട്ടും മനസ്സിലാക്കാൻ കഴിയുന്നൊരു മത്സരമായിരുന്നു. അവരത് എന്തായാലും ആ ഒരു ഓട്ടം അടക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അപ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, ലോകകപ്പിൻ്റെ സമയത്തൊക്കെ ഏതെങ്കിലും ഒരു ടീം ഒന്ന് തോക്കുന്നത് നല്ലതാണ്. കാരണം അവർക്ക്
പിന്നെ ആ ഒരു എന്തൊക്കെയാണ് അവരുടെ മിസ്സിംഗ് എലമെന്റ്സ് എന്തൊക്കെയാണെന്ന് മനസ്സിലാവുന്നത്. അപ്പോൾ കേപ്പ് വെർദക്കെതിരെയുള്ള മത്സരം അവരൊരിക്കലും തോക്കാൻ പറ്റില്ല. അതിന് തോക്കാൻ പറ്റില്ല. കേപ്പ് വെർദക്കെതിരെയുള്ള മത്സരം ഏതാണ്ട് തോൽവിയുടെ ഘട്ടത്തിൽ നിന്നാണ് അവർ വിജയത്തിലേക്ക് എത്തിയത്. അപ്പം ആ ഒരു അത്രയും ടൈറ്റ് പോരാട്ടമായിരുന്നു. അതൊരു വേക്കപ്പ് കോളായിരുന്നു. പിന്നെ ഒന്നുകൂടി റീഗ്രൂപ്പ് ചെയ്യാനും കുറച്ചുകൂടി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും അവർക്ക് പറ്റിയെന്നതിനൊപ്പം തന്നെ നമുക്കറിയാം അർജന്റീന ഈ ലോകകപ്പിൽ കഴിഞ്ഞ 2 ലോകകപ്പുകളിലായിട്ട് അവർ കളിച്ചിരിക്കുന്നത് മെസ്സിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പരമാവധി പന്തുകൾ മെസ്സിയിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ടാക്ടിക്സ് ആയിരുന്നു. അത് അവർക്ക് വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെ പോർച്ചുഗലിലേക്ക് എത്തുന്നില്ല, മെസ്സിയിലേക്ക് അധികമായി പന്ത്. പോർച്ചുഗലിനെ സംബന്ധിച്ചിടത്തോളം പ്രമദ പള്ളിക്കാർ തന്നെ അവരെ കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈനിലായിരുന്നു കളി പോയിരുന്നത്. ഇവിടെ മെസ്സിക്ക് കൃത്യമായിട്ടും മെസ്സിക്ക് ടീം അംഗങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പെക്ട്, അദ്ദേഹത്തിന് ഒരു ക്യാപ്റ്റൻ എന്ന രീതിയിൽ അദ്ദേഹത്തിന് പിന്നെ ആളുകൾ എങ്ങനെ അദ്ദേഹത്തെ കാണുന്നു, സെയിം അതേ അവസ്ഥയിൽ പോർച്ചുഗൽ എങ്ങനെയാണ് റൊണാൾഡോയെ കാണുന്നത്, അതിൻ്റെയൊക്കെ ഡിഫറൻസ് നമ്മൾ ഈ ലോകകപ്പിൽ മുഴുവനായിട്ടും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പം അർജന്റീനക്ക് കുറച്ചുകൂടി ജയേഷ് പറഞ്ഞതുപോലെ കുറച്ചുകൂടി ഈസിയാണ് കാര്യങ്ങൾ. ഈജിപ്ത് അത്രത്തോളം ശക്തമായിട്ടുള്ള ടീമൊന്നുമല്ല. ഈജിപ്തിന് തന്നെ 92 വർഷത്തിന് ശേഷമാണ് നോക്കൗട്ടിലൊരു ഗോൾ നേടിയതും അതിനൊപ്പം തന്നെ ഇവർ ഇത്രയും എത്തിയത് തന്നെ ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ്. പക്ഷെ എങ്കിൽ കൂടി മത്സരം ഫുട്ബോളാണ് എന്ന് നമുക്ക് ഇൻഡിവിജ്വൽ പ്ലേയേഴ്സ് ഉണ്ട്. ഇപ്പം സലയെ പോലുള്ള ഒരു താരം അതാണ് ഒരു ഗോൾ ഏറ്റവും അവസാനം കളി തിരിക്കാൻ കഴിയുന്ന ഇൻഡിവിജ്വൽ പ്ലേ നടത്തുന്ന അതൊരു തീരുമാനമാണ്. അത് കളിക്കാരന്റെ തീരുമാനമാണല്ലോ. കോച്ച് പഠിപ്പിച്ച് വരുന്നതിനപ്പുറത്തേക്ക് അവസാന നിമിഷം എന്തെടുക്കണം എന്നുള്ളൊരു തീരുമാനം അത് സല എടുക്കുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതെ, സല നമുക്കറിയാം ഒരു പരിക്കിൽ നിന്നൊക്കെയാണ് വരുന്നത്. മാത്രമല്ല EPL വർഷങ്ങളായിട്ട് ലിവർപൂളുമായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. അപ്പോൾ ലിവർപൂളിൽ നിന്ന് അദ്ദേഹം മാറിയൊരു സമയമാണ്. അപ്പോൾ സലയെ സംബന്ധിച്ചിടത്തോളം ഈജിപ്ഷ്യൻ മെസ്സി എന്നാണ് അദ്ദേഹത്തിന് പലപ്പോഴും പലരും വിളിക്കാറുണ്ട്. ഈജിപ്ഷ്യൻ മെസ്സിയും തമ്മിലുള്ള പോരാട്ടം. അതെ, ഈജിപ്ഷ്യൻ മെസ്സിയും തമ്മിലുള്ള പോരാട്ടമാണ്. അപ്പോൾ സല നമുക്കറിയാം സലയുടെ പെർഫോമൻസ് ഒക്കെ എടുത്ത് നോക്കുമ്പോൾ ലിവർപൂളിനൊപ്പമുള്ള പെർഫോമൻസ് എടുത്ത് നോക്കുമ്പോൾ അദ്ദേഹത്തിന് ചെറിയൊരു ഇടം കിട്ടാണ്. മെസ്സിയുടെ പിന്നെ മൂവ്മെന്റുകളുമായിട്ട് സലയുടെ മൂവ്മെന്റുകൾക്ക് വലിയ സാദൃശ്യമുണ്ട്. ഒരു ഷോട്ടുകൾ, അതായത് ഷോട്ടുകൾ ഫാർ പോസ്റ്റ് കൃത്യമായിട്ട് കണ്ടെത്തുന്നതില് സലയ്ക്ക് അസാധ്യമായ വൈദഗ്ധ്യം. മെസ്സി നമ്മൾ കണ്ടിട്ടുണ്ട്, വിങ്ങുന്ന ഒരു 1 സ്റ്റെപ്പ് ഒന്ന് കയറി വന്നിട്ട് ഫാർ പോസ്റ്റിലേക്ക് ഇടുന്നത്. അതായത് ഗോളി ഫുൾ ലെങ്ത് ചെയ്തിട്ടും കാര്യമില്ല, കിട്ടൂല. അതേ സെയിം ആംഗിളിൽ ഇഷ്ടംപോലെ ഗോളുകളുണ്ട്. പിന്നെ അവരുടെ മൂവ്മെന്റുകൾ, അവരൊരു ബോൾ ഡ്രിബിൾ ചെയ്യുന്ന രീതിയും അവരുടെ പിന്നെ സ്പീഡും അവരുടെ സ്കില്ലൊക്കെ നോക്കുമ്പോൾ മെസ്സിയുമായിട്ട് ഒരുപാട് സാദൃശ്യമുള്ള അതേപോലുള്ള അങ്ങനെ ഒരു ഇത് സലക്കുണ്ട്. അപ്പോൾ സല നമുക്കറിയാം ഒരു സമയത്ത് EPL ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ ഒരു സമയമുണ്ടായിരുന്നു. സല വന്നതിന് ശേഷം ഈ ലിവർപൂളിലുണ്ടായിരുന്ന ഒരു ഫാൻ ബേസ് കുറച്ചുകൂടി കൂടിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. സലക്ക് അവിടെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ, ഇംഗ്ലണ്ടിൽ വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സലക്ക് സാധിച്ചിട്ടുണ്ട്. സലക്ക് മാത്രമല്ല, സലക്കൊപ്പം തന്നെ ഈജിപ്ത് എന്നുള്ള രാജ്യം, അത് ഇദ്ദേഹം ഏതാണെന്ന് നോക്കുമ്പോൾ ആ രീതിയിൽ തന്നെ രാജ്യത്തിന്റെ കാര്യമുണ്ട്. അപ്പോൾ UK മുസ്ലിം ജനവിഭാഗങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ ഒരു മതിപ്പുണ്ടാക്കാൻ തീർച്ചയായിട്ടും, കാരണം അവിടെ ഒരുപാട് നാളുകളായിട്ട് മുസ്ലിം ജനവിഭാഗക്കാർക്ക് നേരെ അക്രമങ്ങൾ, അധിക്ഷേപങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ഒരു പഠനമുണ്ട് കൃത്യമായിട്ടുള്ള. അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് മുഹമ്മദ് സല എന്നൊരു പ്ലെയർ വന്നതോടുകൂടി അതിൽ വലിയ രീതിയിൽ കുറവുണ്ടായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ എന്തൊരു തള്ളു പരിപാടിയാണെന്ന് നമ്മൾ കരുതും. പക്ഷെ അവരുടെ പഠനത്തിൽ ഞാൻ വായിച്ചായിരുന്നു ആർട്ടിക്കിൾ, അതിൽ കൃത്യമായിട്ടുണ്ട്. ഒന്ന് സല മൈതാനത്ത് വളരെ മാന്യമായിട്ടുള്ളൊരു പെരുമാറ്റമാണ്. ഇംഗ്ലണ്ടിൽ ലിവർപൂളിന് വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരുപാട് ഇപ്പോൾ ഗോൾ അടിച്ച ശേഷം ഏത് സമയത്ത് എപ്പോൾ ഗോൾ അടിച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഗ്രൗണ്ടിൽ നമസ്കരിക്കും. അദ്ദേഹത്തിൻ്റെ മകളുടെ പേര് മെക്ക എന്നാണ്. അപ്പം അത്തരത്തിൽ നല്ലൊരു വിശ്വാസിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങൾ അത് വേറൊരു രീതിയിൽ ഇപ്പോൾ ഗ്രൗണ്ടിലൊരു അഗ്രസീവ് ഇതൊന്നും കാണിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്ന റെസ്പെക്റ്റ് ആ ജനവിഭാഗത്തിനും കിട്ടുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യമാണത്. ഇസ്ലാമോഫിക് ആയിട്ടുള്ള രീതിയിൽ നിന്നും ഇസ്ലാമോഫോബിയ ആയിട്ടുള്ള ആ ഒരു രീതിയിൽ ഇംഗ്ലണ്ടിലെ ആ രീതി കുറച്ചൊക്കെ മാറ്റാൻ സലയുടെ സാന്നിധ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതേ പഠനം തന്നെയാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അദ്ദേഹം പിന്നെ മൊത്തത്തിൽ ഇംഗ്ലീഷ് ക്രിക്കറ്റ് നൽകിയ സംഭാവനകളും അതുപോലെ തന്നെ ഈ ഫുട്ബോളിന് നൽകിയ സംഭാവനകളും ഈജിപ്ത് എന്നുള്ള രാജ്യം നമുക്കറിയാം. ഈജിപ്ത് എന്നുള്ള രാജ്യത്ത് ഇതിനു മുമ്പുള്ള ഏതെങ്കിലും ഫുട്ബോൾ താരങ്ങളുടെ പേര് നിങ്ങൾക്കറിയോ? നമ്മൾ കറങ്ങി തിരിച്ച് റൊണാൾഡോയിലേക്ക് തന്നെ വരിക. പോർച്ചുഗലിന് റൊണാൾഡോ എന്തായിരുന്നോ അതുപോലെയാണ്. അതെ, അതേപോലെ തന്നെയാണ് ഈജിപ്തിന്. അപ്പം സലയുടെ പിന്നെ സിംഗിൾ മാൻ പെർഫോമൻസ് അല്ലെങ്കിൽ ആദ്യം ഒരു ഗോൾ അടിക്കുകയാണെങ്കിൽ അതിനെ എങ്ങനെ അർജന്റീന നേരിടും എന്നുള്ളതായിരിക്കും ഒരു പക്ഷേ വലിയ വിഷയം. അത് തന്നെയാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ആദ്യം അർജന്റീന ഗോൾ വഴങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമായിരിക്കും എന്നുള്ളതാണ്. കാരണം തിരിച്ചുവരവ് ഒരു പക്ഷേ വലിയ വെല്ലുവിളി നേരിടും. അവരുടെ സമീപകാല ചരിത്രം അതാണ് പറയുന്നത്. എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോയും മടങ്ങുന്നു ഈ ലോകകപ്പിൽ നിന്ന്. ഇനി ഇതിഹാസ തുല്യ പദവിയിൽ നിൽക്കുന്ന അർജന്റീന മെസ്സി ഇറങ്ങാൻ പോകുന്നു. ആ മത്സരത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ മത്സരത്തിൻ്റെ എല്ലാ ആവശ്യവുമായി നമുക്ക്
വീണ്ടും കാണാം. നമസ്കാരം.